ഓരോ ദിവസവും ചെല്ലുന്നവരും ഉണ്ടെങ്കിൽ നിമിഷപ്രിയയെ പറ്റിയുള്ള കേസിനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഇതേ കണക്ക് ഉണ്ടായി കാന്തപുരം ഉസ്താദ് ഉണ്ടായി ഇതേ കണക്ക് സംസാരിച്ച് അതിന് ശേഷം ഉണ്ടായി നിമിഷപ്രിയയുടെ പേരിലുള്ള കേസും അതും ആ തീർപ്പും ഉണ്ടായി റദ്ദാക്കി എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ പ്രത്യേക ഒരു ന്യൂസ് വന്നു പറഞ്ഞത് കള്ളമാണ്, കേന്ദ്രം തന്നെ ഇത് വെളിവിടുകയാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട് ആ കേസ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആരും റദ്ദാക്കിയിട്ടുള്ളതെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്കറിയത്തില്ല. ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ വേറൊരു ന്യൂസ്, ഇന്ന് വേറൊരു ന്യൂസ്. ഇതിൽ ഏതാണ് സത്യം? ഇതേ കണക്കുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതേ കണക്കൊണ്ട് ഉസ്താദ് ആൾക്കാരുടെ അടുത്തൊന്ന് വിളിച്ച് സംസാരിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇന്നലെയാണ് ന്യൂസ് വന്നത് ഇതേ കണക്ക് കേസ് റദ്ദായിരുന്നു. പക്ഷേ ഇന്നുണ്ടെങ്കിൽ കേന്ദ്രം തന്നെ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതെല്ലാം കള്ളമാണ്. സോ ഒരുപാട് പേർക്കൊണ്ട് ഇതിനെപ്പറ്റി ഭയങ്കര ഡൗട്ടാണ്. ഇത് യഥാർത്ഥത്തിലാണോ അതോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള ന്യൂസ് പറയുന്നതാണോ എന്നും പറഞ്ഞ് ഒരുപാട് പേർക്ക് ഡൗട്ട്. ആ സമയത്തുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുറേ പേര് കളിക്കുന്നുണ്ട്, ഇതുണ്ടെങ്കിൽ നടക്കാതിരിക്കാൻ വേണ്ടി. സോ അതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എന്തായാലും ശരി, ഇപ്പോൾ വരുന്ന ന്യൂസെല്ലാം മാറി മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവന്ന് നമുക്ക് തന്നെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നില്ല. സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.